അപ്പോൾ മക്കളെ നമുക്കൊരു സ്ക്രഞ്ചീസ് എങ്ങനെ തയ്ക്കുക എന്നുള്ള വീഡിയോ ഒന്ന് കാണാം. അതിനു വേണ്ടി നമ്മൾ 4 ഇഞ്ച് വീതി 28 ഇഞ്ച് നീളത്തിലുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ജോർജറ്റിൻ്റെ തുണിയാണ്. അപ്പോൾ ഈ പീസിനെ ഇങ്ങനെ ഒരറ്റം മറ്റേ അറ്റത്ത് ഇങ്ങനെ യോജിപ്പിക്കുക. ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇനി ഇത് നമ്മൾ നിവർത്തി വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ തുമ്പുള്ള ഭാഗം ഉണ്ടല്ലോ, ഇത് താഴ്ഭാഗത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക. ഈ പീസ് ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഉണ്ടാവുക, ഈ ഭാഗം ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് പോരുക. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ മടക്കിയ തുണി ഇങ്ങനെ വലിച്ചു കൊടുക്കുക. മെല്ലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തയ്ച്ച് പോരുക. ഇങ്ങനെ അറ്റത്ത് വരെ ഇങ്ങനെ തയ്ച്ച് പോരുക. ഇനി നമ്മൾ ഇതിങ്ങനെ അടിച്ചിട്ട് കുറച്ച് ഭാഗം ഇവിടെ വിട്ട് തയ്ക്കാതെ വിടുക. ഇത് നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പീസിനെ ഇങ്ങനെ മറിച്ചെടുക്കണം. ഇത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ മറിച്ചെടുക്കുക. ഉണ്ടോ? ഇങ്ങനെ വലിച്ചാലിങ്ങനെ ഉണ്ടോ? ഇത് മറിഞ്ഞ് തുമ്പ് ഫുള്ള് ഉള്ളിൽ പോയി. ഇനി നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഉരുണ്ട അലാസ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ കോർക്കുക നോക്കാം. ഇവിടെ നമ്മൾ തയ്ക്കാതെ വെച്ച ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് കൂടെ ഇങ്ങനെ ഈ അലാസ്റ്റിക് ഇങ്ങനെ കോർത്ത് എടുക്കുക. ഇത് ഈ ഉരുണ്ട അലാസ്റ്റിക് അതുകൊണ്ട് നമുക്ക് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ 1/4 ഇഞ്ചിൻ്റെതാണെങ്കിൽ 6.5 ഇഞ്ചൊക്കെ മതി. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കോർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ കെട്ടി കൊടുക്കുക. ഇതിങ്ങനെ കെട്ടി കൊടുക്കുക. ഇതിങ്ങനെ മുറുക്കി കെട്ടി കൊടുക്കുക. അതിന് ശേഷം ബാലൻസ് സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? ഇനി ഇവിടെ നമ്മൾ ഈ അലാസ്റ്റിക് കോർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്യാപ്പ് ഇട്ടിരുന്നല്ലോ, ആ ക്യാപ്പ് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ സ്ക്രഞ്ചീസ് ഇവിടെ റെഡിയായി. നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ സമയം എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്രദമാക്കാൻ ശ്രമിക്കുക എല്ലാവരും.